ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ശൈലജയെ കാഫിർ എന്ന് ചിത്രീകരിച്ച് ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനു വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം ആരംഭിച്ചത് ആര്? ഞങ്ങളല്ല എന്ന് CPM പറയുമ്പോഴും ആ പോസ്റ്റുകൾ ആദ്യമായി ഫോർവേഡ് ചെയ്തതിന്റെ പാപം മൂലം ഇടതുപക്ഷ നേതാക്കൾ കുറ്റാരോപിതരാവുകയാണ്. ഇങ്ങനെയാണോ വോട്ട് പിടിക്കേണ്ടത് എന്ന മട്ടിലുള്ള പ്രതികരണത്തോടെ ആ ഷോട്ട് ഫോർവേഡ് ചെയ്ത CPM MLA കെ ലതിക ചെയ്തതിൽ എന്താണ് തെറ്റ്? അത്തരം ഒരു പോസ്റ്റ് കണ്ടാൽ അത്തരം ഒരു ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ? ലതികയെ ന്യായീകരിച്ചുകൊണ്ട് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ചോദിച്ച ചോദ്യം ന്യായമല്ലേ? ആ ഷോട്ടുകൾ പ്രചരിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന ശൈലജയുടെ നിലപാടിലും കൃത്യമായ അർത്ഥമുണ്ട്. മതേതരക്കാരെന്ന് പറയുന്നവർക്ക് തെറ്റെന്ന് തോന്നുന്ന ആ ഷോട്ട് തീവ്രവാദികളുടെ മനസ്സിൽ ഷാഫിക്ക് അനുകൂലമായ വികാരം ഉയർത്തിയിരിക്കും എന്ന് ടീച്ചർ കരുതുന്നു എന്ന് വായിച്ചെടുക്കരുത്. വല്ലവരും ഉണ്ടാക്കിയ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിലൂടെ വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറിയ അനുഭവം ഉണ്ടായി എന്ന് അർത്ഥം. ആ പോസ്റ്റ് ഉണ്ടാക്കിയത് മുസ്ലിം യൂത്ത് ലീഗിന്റെ PK മുഹമ്മദ് കാസിം ആണെന്ന ഇടതുപക്ഷക്കാർ പ്രചരിപ്പിച്ചത് എന്തിന്? അതുകൊണ്ട് കാസിം പരാതിയുമായി പോലീസിനെയും കോടതിയെയും സമീപിച്ചു. കാസിമിന്റെ കൂട്ടർ പറയുന്നത് സത്യമാണെങ്കിൽ കാസിം പോലീസിൽ കൊടുത്ത പരാതി ആദ്യം സ്വീകരിക്കുവാൻ പോലീസ് തയ്യാറായില്ല. അവസാനം DYFIക്കാർ പരാതി കൊടുത്തതോടെയാണ് കാസിമിന്റെ പരാതിയും സ്വീകരിക്കുവാൻ തയ്യാറായത്. പോലീസ് ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്ന് മനസ്സിലായ കാസിം കേസന്വേഷണം എവിടെ വരെ എന്ന് വെളിപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ച മുഹമ്മദ് കാസിമിനുള്ള മറുപടിയായി കേരള പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ റെഡ് എൻകൗണ്ടർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ DYFI നേതാവ് RS റിബേഷാണ് ആദ്യമായി ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതെന്നും തുടർന്ന് മനീഷ് അഡ്മിനായുള്ള അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജ് ഷെയർ ചെയ്തതായും രാത്രിയോടെ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിലും വന്നതായും അറിയിച്ചു. യഥാർത്ഥത്തിൽ ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആരെന്ന് കണ്ടെത്താൻ പോലീസിനായില്ല. താനല്ല ആ പോസ്റ്റ് ഉണ്ടാക്കിയതെന്ന് റിബേഷ് ആണയിട്ട് പറയുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതുതന്നെ പറയുന്നു. റിബേഷ് ആണ് പോസ്റ്റ് തയ്യാറാക്കിയതെന്ന് തെളിയിച്ചാൽ തെളിയിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ ഇനാം കൊടുക്കാമെന്ന് DYFI വെല്ലുവിളിക്കുന്നു. എന്തേ DYFIക്കാർ അല്ലാത്ത ഒരു സ്രോതസ്സിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല? ശൈലജ കാഫിർ ആണെന്ന് വിശ്വസിക്കുന്ന ഒരിടത്ത് നിന്നാണ് ഈ പോസ്റ്റ് ഉത്ഭവിച്ചത് എന്ന് സംശയിച്ചുകൂടെ? അത്തരം സ്രോതസ്സുകൾ കേരളത്തിൽ ഉണ്ടെന്ന് ആർക്കാണ് അറിയാത്തത്? അത്തരം ഒരു പരസ്യ നിലപാട് എന്ന മണ്ടത്തരത്തിന് ലീഗ് മുതിരാൻ ഇടയില്ലെന്ന് ആർക്കാണ് ഊഹിക്കാനാവാത്തത്? അന്വേഷണവും ആരോപണ പ്രത്യാരോപണവും ഇടത് വലത് മുന്നണികളിൽ മാത്രം ഒതുക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയല്ലേ? കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സമര പരിപാടികൾ ആരംഭിക്കുവാൻ UDF തീരുമാനിച്ചതായി കൺവീനർ MM ഹസൻ വെളിപ്പെടുത്തി. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 2-ന് MP-മാർ MLA-മാർ തുടങ്ങിയവരടക്കമുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ നടത്തുമെന്ന് ഹസൻ അറിയിച്ചു. വടകരയിലെയും മറ്റ് മേഖലകളിലെയും ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനാണ് കാഫിർ വിവാദത്തിലൂടെ CPM ശ്രമിക്കുന്നതെന്ന് ഹസൻ ആരോപിച്ചു. ആ ഹസൻ ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ നിസ്കാര മുറികൾക്കായി ഉയർന്ന മുറവിളികളെ കുറിച്ച് കേട്ട മട്ടുപോലും കാണിച്ചില്ല. അത് സംബന്ധിച്ച പത്രസമ്മേളനത്തിൽ ഹസനോട് ആരും ചോദ്യവും ചോദിച്ചില്ല. കാഫിർ വിവാദത്തിലെ യഥാർത്ഥ പ്രതിയെ പിടികൂടാതിരിക്കുന്നതിന് കേരള പോലീസ് കൂട്ടുനിൽക്കുകയാണ് എന്ന് സംശയിക്കുവാൻ ന്യായങ്ങളുമുണ്ട്. മുസ്ലിം തീവ്രവാദികൾ കേരളത്തിൽ നടത്തുന്ന പലതരം കളികളുടെയും അത്തരക്കാർക്ക് കേരള പോലീസിൽ വരെയുള്ള സ്വാധീനത്തിന്റെയും എത്രയോ കഥകൾ മാലോകർക്കെല്ലാം അറിയാം. അതുകൊണ്ട് കാഫിർ പ്രയോഗത്തിന്റെ ഉടമയെ തേടി ഇടതു വലത് ക്യാമ്പുകളിൽ മാത്രം കറങ്ങുന്ന പോലീസ് യഥാർത്ഥ പ്രതിയിൽ എത്തില്ല എന്ന് കരുതാനാണ് ന്യായം. മുസ്ലിം തീവ്രവാദികളുടെ പല കേസുകളിലും കേരള പോലീസ് ഈ സമീപനം കാണിച്ചതായി ഉദാഹരണങ്ങളുണ്ട്. ലവ് ജിഹാദുകൾക്കെതിരെ കൊടുത്ത പരാതികൾ തന്നെ ഉദാഹരണം. പരാതിക്കാരനെ പീഡിപ്പിക്കാനാണ് പല അവസരത്തിലും പോലീസ് ശ്രമിച്ചിട്ടുള്ളത്. SFI പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്നും വിളിച്ചുണർത്തി കുത്തിക്കൊന്ന മുസ്ലിം തീവ്രവാദികളെ
പിണറായിയുടെ പോലീസിന് 3 വർഷം കണ്ടെത്താനായില്ല. അവസാനം പ്രതി സ്വയം കീഴടങ്ങിയപ്പോൾ കോടതിയിൽ എത്തിച്ചു. യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനുള്ള ശേഷിക്കുറവല്ല, അതിനുള്ള താല്പര്യക്കുറവോ മറ്റ് സ്വാധീനങ്ങളോ ആണ് തടസ്സമാകുന്നത്. വില കൂടിയ ഈത്തപ്പഴങ്ങളും വിമാന യാത്രകളും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും പെരുന്നാളുകളിലും അല്ലാതെയും കിട്ടുന്നവർ എല്ലാ കൂട്ടരിലും ഉണ്ടാകുമല്ലോ. യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്ന നിർബന്ധം പിണറായിക്കും ശശിക്കും ഉണ്ടാകാനും ഇടയില്ല. കേരളത്തിൽ വലിയ ദുരന്തങ്ങൾക്കുള്ള വിഷവിത്തുകൾ പാകിക്കഴിഞ്ഞിരിക്കുന്നു എന്നും വോട്ട് ബാങ്കിൽ കണ്ണുള്ള പ്രമുഖ മുഖ്യധാരാ പാർട്ടികൾ വളർന്നുവരുന്ന തീവ്രവാദത്തോട് കടുത്ത നിസ്സംഗതയാവും പുലർത്തുക എന്നതിന്റെയും ഭീതിപ്പെടുത്തുന്ന അടയാളങ്ങളായി മാറുകയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെയും പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും സംഭവങ്ങൾ. രണ്ടിടത്തും ഏതാനും മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കണം എന്ന ആവശ്യമാണ് പ്രശ്നമുണ്ടാക്കിയത്. കത്തോലിക്ക സഭ നടത്തുന്ന വിദ്യാലയങ്ങളിൽ നിസ്കാര മുറികൾ വേണമെന്ന ആവശ്യം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളുടെ വിശ്വാസത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശത്തിലുള്ള കയ്യേറ്റമാണ്. ന്യൂനപക്ഷ അവകാശങ്ങളുടെ സംരക്ഷകർ എന്ന് പരസ്യമായി മുറവിളി കൂട്ടുന്ന കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിന് ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിക്കാനാവില്ല, അത് തങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക എന്ന് അവകാശപ്പെട്ട് വോട്ട് ചോദിക്കുന്ന CPM-ഉം തങ്ങൾ മതേതരത്വത്തിന്റെ വാക്താക്കളാണെന്ന് സുപ്രീം കോടതിയിൽ രേഖ ഹാജരാക്കി പാർട്ടിയുടെ അംഗീകാരം നിലനിർത്തിയ മുസ്ലിം ലീഗും പൈങ്ങോട്ടൂർ സംഭവങ്ങളിൽ വാ തുറക്കാത്തത് അവർ വിശ്വസിക്കുന്ന മതേതരത്വത്തിന്റെ കൃത്യം അടയാളങ്ങളാണ്. വളർന്നുവരുന്ന ഈ തീവ്രവാദത്തോട് ഇക്കൂട്ടർ കാണിക്കുന്ന നിസ്സംഗതയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരാനാണ് ഇട. ഇക്കൂട്ടരുടെ കപട മതേതരത്വത്തെക്കുറിച്ച് പറയുന്നവരാണ് സത്യം എന്ന് ചിന്തിച്ചു പോകുന്ന നിലയിലായിട്ടുണ്ട് കാര്യങ്ങൾ. പൈങ്ങോട്ടൂർ സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളിൽ 2 പേർ മാത്രമാണ് ഒരു തീവ്രവാദ നിലപാടുമായി സ്കൂളിൽ പ്രശ്നമുണ്ടാക്കുവാൻ നോക്കിയത്. എങ്കിലും ഇത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ തീവ്രവാദികൾക്ക് സാധിച്ചിരിക്കുന്ന നുഴഞ്ഞുകയറ്റത്തിന്റെ ശക്തമായ അടയാളമാണ്. മുസ്ലിം സമൂഹത്തിലെ മിതവാദികൾ പോലും വാ തുറക്കുന്നില്ല. മൂവാറ്റുപുഴയിലെ മഹൽ കമ്മിറ്റിക്കാർ സ്വീകരിച്ച സമീപനം പോലും പൈങ്ങോട്ടൂരിൽ കണ്ടില്ല. ഏതാനും വർഷം മുമ്പ് താമരശ്ശേരി രൂപത തയ്യാറാക്കിയ മതബോധന കൈപ്പുസ്തകത്തിൽ ലവ് ജിഹാദിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ സമുദായ സൗഹാർദ്ദത്തിനായി നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ താമരശ്ശേരി ബിഷപ്പിനെ കണ്ടവരും അനുകൂലമായ തീരുമാനം എടുപ്പിച്ചവരുമായ മുസ്ലിം സമാധാനവാദികളെയും ഇപ്പോൾ കാണാനില്ല. അവർക്ക് മുസ്ലിം സമൂഹത്തിന്റെ വികാരം വ്രണപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമാണ് സങ്കടവും അമർഷവും. കേരള പോലീസിലെ ഇന്റലിജൻസ് വിഭാഗവും NIA-യും വരെ അതീവ ജാഗ്രത പുലർത്തേണ്ടതും കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുമായ അപകടകരമായ അന്തരീക്ഷത്തിന്റെ സൂചനയാണ് മൂവാറ്റുപുഴ പൈങ്ങോട്ടൂർ സംഭവങ്ങൾ. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പൈങ്ങോട്ടൂർ വിഷയങ്ങളിൽ ക്രൈസ്തവരുടെ വോട്ട് സ്വന്തമെന്ന് കരുതുന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസും മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനും പുലർത്തുന്ന നിസ്സംഗത ക്രൈസ്തവർക്കിടയിൽ കടുത്ത അമർഷം ജനിപ്പിക്കുന്നതാണ്. ക്രൈസ്തവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെട്ട് വോട്ട് പിടിക്കുന്ന കേരള കോൺഗ്രസുകാരുടെയും നാവിറങ്ങിയ മട്ടാണ്. ഇടതുമുന്നണി ഭരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി ഇതാണെങ്കിൽ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് പതിവ് പോലെ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നതോടെ കാര്യങ്ങൾ എവിടെയെത്തും എന്ന് പലരും ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലത്. സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി കഴിഞ്ഞു. കാലഘട്ടത്തിന്റെ ആവശ്യങ്ങളോടുള്ള സീറോ മലബാർ സഭയുടെ പ്രതികരണവും ദൗത്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ് സമ്മേളനം ചർച്ച ചെയ്തത്. 3 പ്രധാന മേഖലകളാണ് പരിഗണനയ്ക്ക് എടുത്തത്. വിശ്വാസ പരിശീലനവും നവീകരണവും, സുവിശേഷീകരണത്തിലെ ആത്മായ പങ്കാളിത്തം, സീറോ മലബാർ സമൂഹത്തിന്റെ ശാക്തീകരണം. വളരെ ഗൗരവകരമായ വിഷയങ്ങളാണ് ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ലിനയമെന്തയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കാര്യങ്ങൾ ചർച്ച നടത്തുന്നതിന് 3 ദിവസം എത്രയോ ചുരുങ്ങിയ സമയമാണ്. COVID-19 മൂലം വൈകിപ്പോയ സമ്മേളനമാണിത്. മേജർ ആർച്ച് ബിഷപ്പിനും മെത്രാൻമാരുടെ സിനഡിന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉപദേശം കൊടുക്കുകയാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ലക്ഷ്യം.
കാനൂൻ നിയമം അനുസരിച്ച് 5 വർഷത്തിൽ ഒരിക്കൽ കൂടേണ്ട സമ്മേളനമാണിത്. 1998 ആദ്യ സമ്മേളനം നടന്നത്. 2004 2010 2016 സമ്മേളനങ്ങൾ നടന്നു. മാർ പോളി കണ്ണൂക്കാടൻ, മാർ ജോസഫ് കല്ലറങ്ങാട് എന്നീ മെത്രാന്മാരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടന്നത്. 2016 488 പേർ പങ്കെടുത്ത സമ്മേളനത്തിൽ ഈ വർഷം 360 അംഗങ്ങളാണ് ഉള്ളത്. 50 മെത്രാന്മാർ, 34 ചീഫ് വികാരി ജനറൽമാർ, 74 വൈദികർ, 37 കന്യാസ്ത്രീകൾ, 7 സഹോദരന്മാർ, ഇങ്ങനെ 202 ക്ലറിക്കുകളും 146 അൽമായരുമാണ് ജനറൽ അസംബ്ലിയുടെ അംഗങ്ങൾ. ഈ പ്രാതിനിധ്യം തന്നെ വിളിച്ചു പറയുന്നത് എന്താണ്? മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയും ഒരു വൈദിക സഭയാണ് എന്നല്ലേ? 2022 ജനുവരിയിൽ ചേർന്ന സഭാ സുനഹദോസാണ് 2024 ഓഗസ്റ്റിൽ അസംബ്ലി വിളിച്ചുകൂട്ടുന്നതിനും അതിലേക്ക് ക്ഷണിക്കേണ്ടവരുടെ സംഖ്യ തിട്ടപ്പെടുത്തിയതും. ചർച്ചകൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് ക്ഷണിതാക്കളുടെ എണ്ണം കുറയ്ക്കുവാൻ സുനാദോസ് തീരുമാനിച്ചു. സുനാദോസ് വരുത്തിയ മാറ്റങ്ങൾ 2022 ഓഗസ്റ്റിൽ വത്തിക്കാന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചു. 2023 ഫെബ്രുവരിയിൽ മാറ്റങ്ങൾ മാർപ്പാപ്പ അംഗീകരിച്ചു. സമ്മേളനത്തിലുള്ള വിഷയങ്ങൾ രൂപതകളിലും സെമിനാരികളിലും സന്യാസ സമൂഹങ്ങളിലും ചർച്ച ചെയ്തു. 2024 മാർച്ച് 31 അവരുടെ നിർദ്ദേശങ്ങൾ ലഭിച്ചു. അവയാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ചർച്ച ചെയ്തത്. വൻ വിഷയങ്ങളാണ് അസംബ്ലിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുള്ളത്. അവയിൽ ഏറ്റവും സുപ്രധാനമെന്ന് കരുതാവുന്ന ഒരു വിഷയമാണ് അംഗസംഖ്യ ശോഷിക്കുന്ന സഭ. സമ്മേളനത്തിന് വിതരണം ചെയ്തിരുന്ന ലിനയന്തേ തന്നെ ഇതേക്കുറിച്ച് ഭീതിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകൾ നൽകുന്നു. 10 വർഷമായി കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യയിൽ വൻതോതിൽ കുറയുകയാണ്. സർക്കാർ കണക്കനുസരിച്ച് 2005 98,353 കുഞ്ഞുങ്ങളാണ് ക്രൈസ്തവ കുടുംബങ്ങളിൽ ഉണ്ടായത്. അത് മൊത്തം കുഞ്ഞുങ്ങളുടെ 17.6% ആയിരുന്നു. 2019 അത് 68,596 കുഞ്ഞുങ്ങളായി. ആകെ കുഞ്ഞുങ്ങളിൽ 14.28%. 2021 59,766 കുഞ്ഞുങ്ങളാണ് ഉണ്ടായത്. 14.2%. കേരള സർക്കാർ തയ്യാറാക്കിയ കണക്കനുസരിച്ച് 2020 കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലെ ജനനനിരക്ക് 13.93%. അതേസമയം മുസ്ലിമുകളുടേത് 43.89%, ക്രൈസ്തവരുടെ 3 ഇരട്ടി. ക്രൈസ്തവരുടെ ജനനനിരക്ക് 14.2% ആകുമ്പോൾ മരണനിരക്ക് 19.4%. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരുടെ മരണനിരക്ക് ജനനനിരക്കിനേക്കാൾ കൂടുതലാണ്. ജീവിത ചിലവിലുള്ള വർധന, വിവാഹപ്രായത്തിലുള്ള വർധന, വിവാഹം കഴിക്കാത്തവരുടെ എണ്ണത്തിലുള്ള വർധന, വിവാഹമോചന കേസുകളുടെ വർധന, കൂടുതൽ കുട്ടികളെ സ്വീകരിക്കുന്നതിന് ദമ്പതികൾക്കുള്ള വൈമനസ്യം, വിദേശത്തേക്കുള്ള കുടിയേറ്റം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് സമൂഹം ശോഷിക്കുന്നു. അതുമൂലം സമൂഹത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ സ്വാധീനവും പ്രാതിനിധ്യവും കുറയുന്നു. ലിയനമെന്ത ചൂണ്ടിക്കാണിക്കുന്നു, വലിയ കുടുംബം വേണം എന്ന് പറയാൻ എളുപ്പമാണ്. ജീവിത ചിലവിലുള്ള വർധന തന്നെ എടുക്കുക. 4 മക്കളെ പഠിപ്പിക്കണമെങ്കിൽ മാസം എത്ര രൂപ വേണം? സഹായിക്കുവാൻ ആരാണ് ഉള്ളത്? സഭയുടേത് എന്ന് പറയുന്ന 5 സ്റ്റാർ സ്കൂളുകളിൽ എത്രയാണ് ഫീസ്? ലാളിത്യം പ്രസംഗിക്കുന്നവർ ജീവിതത്തിൽ അത് പുലർത്തി മാതൃക കാണിക്കുന്നുണ്ടോ? കുട്ടികളെ പഠിപ്പിക്കുവാൻ പണമില്ലാത്തതുകൊണ്ട് മക്കളെ വേണ്ടെന്ന് വെക്കുന്നവരുടെ സമൂഹത്തിൽ കോടികൾ മുടക്കി വലിയ ബസിലിക്കകൾ നിർമ്മിക്കുന്നവർ പാപമല്ലേ ചെയ്യുന്നത്? മരിച്ചടക്കിനുള്ള 6 അടി മണ്ണിന് ലക്ഷങ്ങൾ വാങ്ങുന്ന കച്ചവടക്കാരും ആരെ പ്രതിനിധീകരിക്കുന്നു? സഭയിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആരെങ്കിലും ജനറൽ അസംബ്ലിയിൽ ഉന്നയിച്ചിരുന്നുവോ ആവോ? മക്കളെ സ്വീകരിക്കുന്ന മിക്കവാറും കുടുംബങ്ങളിൽ ഇന്ന് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുണ്ട്. ആദ്യത്തെ കുഞ്ഞ് ഭിന്നശേഷിക്കാരനായാൽ മാതാപിതാക്കൾക്ക് വീണ്ടും കുഞ്ഞിനെ സ്വീകരിക്കുവാൻ ഭയമാണ്. പ്രസംഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ അറിയില്ല. വിവാഹപ്രായത്തിലുള്ള വർധന, വിവാഹം കഴിക്കാത്തവരുടെ എണ്ണത്തിലുള്ള വർധന തുടങ്ങിയ വിഷയങ്ങളിലും പല കാരണങ്ങളുണ്ട്. ഒന്ന്, വിവാഹത്തോട് അനുബന്ധിച്ച പല പള്ളികളിലും നടത്തുന്ന ഭീകരമായ പിരിവുകൾ തന്നെയാണ്. സ്ത്രീധനം ഇല്ലാത്ത കാലത്തും പതാരം നിർബന്ധമാണ്. 1 മാസത്തെ ശമ്പളമാണ് പല വികാരിയച്ഛന്മാരും പതാരമായി ചോദിക്കുന്നത്.
ഇത്തരം വിഷയങ്ങളിൽ അച്ഛന്മാർ പറയുന്നതിനെല്ലാം യെസ് പറയുന്നവർ അല്ലാത്തവരുടെ അഭിപ്രായം കേൾക്കുവാനും പരിഹാരം കണ്ടെത്തുവാനും തുറന്ന സമീപനം വേണം. വിശ്വാസി സമൂഹത്തിന്റെ മനസ്സറിഞ്ഞുള്ള വൻ സഹായ പദ്ധതികൾക്ക് രൂപം കൊടുക്കണം. ഇതേക്കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ ഒരു ജനറൽ അസംബ്ലി തന്നെ വിളിച്ചുകൂട്ടണം. ജനസംഖ്യ ശോഷിച്ച് സമൂഹം ഇല്ലാതായാൽ ഈ സംവിധാനങ്ങൾ എല്ലാം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഇത്തരം കാര്യങ്ങളിൽ പരിഹാര നടപടികൾ ഉണ്ടാക്കണം. ഇതേക്കുറിച്ചെങ്കിലും പറയേണ്ടത് അൽമായരല്ലേ, തുറന്നു പറയുന്ന അൽമായർ. ഓഗസ്റ്റ് 22 ആരംഭിച്ച സമ്മേളനത്തിന് സീറോ മലബാർ സഭ ഊറ്റം കൊള്ളുന്ന പ്രാചീന കാലത്തെ പള്ളി പ്രതിപുരുഷ യോഗത്തിന്റെ നിഴലെങ്കിലും ആകുവാൻ സാധിച്ചിട്ടുണ്ടാവുമോ? പള്ളി പ്രതിപുരുഷ യോഗം ഉപദേശക സംവിധാനം ആയിരുന്നില്ല, തീരുമാനം എടുക്കുന്ന സംവിധാനം ആയിരുന്നു. പുരാതന പാരമ്പര്യങ്ങളെല്ലാം പുനരുദ്ധരീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്തേ പള്ളി പ്രതിപുരുഷ യോഗം അതിന്റെ സർവ പ്രൗഢിയോടും കൂടി പുനരുദ്ധീകരിക്കുവാൻ തയ്യാറാകുന്നില്ല? വെള്ളിത്തിരയ്ക്ക് പിന്നിലെ നീലചിത്രങ്ങളുടെ സത്യസന്ധമായ വിവരണമായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു. സിനിമാ മേഖലയിലെ വേട്ടക്കാരെ കുറിച്ചുള്ള റിപ്പോർട്ടിലെ പേര് വിവരങ്ങൾ ഒളിച്ചുവെച്ച് ബാക്കി 233 പേജ് പുറത്തു വന്നപ്പോൾ സിനിമാ മേഖലയെ കുറിച്ച് നാട്ടിൽ കേൾക്കുന്ന മിക്കവാറും കിംവദന്തികൾ സത്യമാണെന്ന് ജനം മനസ്സിലാക്കി. 295 പേജുള്ള റിപ്പോർട്ടിലെ 63 പേജുകൾ ഇനിയും പുറത്ത് വരാനുണ്ട്. അത് കേട്ട് കേരളം ഞെട്ടി എന്നെല്ലാം പറയുന്നത് എന്തർത്ഥത്തിലാകുമോ? അതെല്ലാം ന്യായീകരിക്കുന്ന നടിമാർ ഉണ്ടാവില്ലേ? എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യം, എനിക്ക് കംഫർട്ടബിൾ ആയ വേഷം, കഥാപാത്രം ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്യാം തുടങ്ങിയ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ വിശ്വസിക്കുകയും അതിന് ചേർന്ന ധാർമ്മികത പുലർത്തുകയും ചെയ്യുന്നവർ ഇല്ലേ? ഇത്തരം സംഭവങ്ങളെല്ലാം സിനിമാക്കാർക്കിടയിൽ ഉണ്ടെന്ന് കേൾക്കാത്തവർ ഉണ്ടോ? എന്നാൽ അതിന് തയ്യാറല്ലാത്തവർ പോലും നിർബന്ധിക്കപ്പെടുന്നു എന്നതാണ് സങ്കടം. അമ്മ അടക്കമുള്ള സിനിമാക്കാരുടെ സംഘടനകൾ ഇത്തരം പീഡനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന കമ്മീഷന്റെ കണ്ടെത്തൽ വല്ലാതെ ആകുലപ്പെടുത്തുന്നതാണ്. 2017 ഒരു സിനിമാ നടിയെ കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും പീഡനത്തിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്ത പൈശാചിക സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളാണ് ഇത്തരത്തിൽ ഒരു കമ്മീഷന്റെ നിയമനത്തിന് ഇടയാക്കിയത്. 2017 നവംബർ 16 കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്. സുപ്രസിദ്ധ സിനിമാ താരമായ ശാരദ, KB വത്സലകുമാരി IAS എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് പഠിക്കുന്നതിനാണ് കമ്മീഷനെ നിയോഗിച്ചത്. അതിന് നിമിത്തമായത് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വനിതകൾ 2017 മെയ്യിൽ രൂപീകരിച്ച വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയാണ്. ഇത്തരം ഒരു സംഘടന സ്ഥാപിച്ചതിന് പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ആ സംഘടനയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളും പിന്നീട് സംഘടനയോട് അകന്നുപോയവളുമായ ഒരു നടിക്ക് ഏറെ അവസരങ്ങൾ കിട്ടി. കമ്മീഷനോട് മറ്റു പലരും പറഞ്ഞ കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടോ എന്ന് തനിക്ക് അറിയില്ലെന്നും തനിക്കിത്തരം അനുഭവം ഇല്ലെന്നും പറഞ്ഞത് വലിയ വിവാദമായിട്ടുണ്ട്. കമ്മീഷന് മുന്നിൽ തെളിവ് കൊടുക്കുവാൻ ആരും മുന്നോട്ട് വരാതിരുന്നപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കമ്മീഷൻ നേരിട്ട് വിളിച്ച് അന്വേഷിക്കുകയായിരുന്നു എന്ന് കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 62 പേരാണ് കമ്മീഷനോട് വിവരങ്ങൾ പറഞ്ഞത്. അവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും എന്ന് കമ്മീഷൻ ഉറപ്പു കൊടുക്കുകയും ചെയ്തു. മുഖം നോക്കാതെ നിലപാടെടുക്കുന്ന ജഡ്ജിയായി ആദരവ് നേടിയ നിയമജ്ഞയാണ് ജസ്റ്റിസ് ഹേമ. അഭയ കേസിൽ പ്രതികളാക്കപ്പെട്ടവരോട് CBI കാണിച്ച ക്രൂരമായ അനീതിയുടെ കഥകൾ അവർ അക്കമിട്ട് വിവരിച്ചതും അന്വേഷണത്തിലെ തട്ടിപ്പുകൾ ചൂണ്ടിക്കാണിച്ചതും പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതും അക്കാലത്തെ വിപ്ലവകരമായ നീതി നിർവഹണമായിരുന്നു. അത്തരത്തിൽ വേട്ടയാടപ്പെടുന്നവർക്കൊപ്പം നിൽക്കുന്ന നിയമജ്ഞയായ അവർ തങ്ങൾ മനസ്സിലാക്കിയതും തങ്ങളോട് സിനിമാ മേഖലയിൽ ഉള്ളവർ പറഞ്ഞതുമായ സത്യങ്ങൾ ഒരു റിപ്പോർട്ടായി 4.5 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2019 ഡിസംബർ 31 മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ഏറെ കടമ്പകൾ കടന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 2024 ജൂലൈ 6 സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അബ്ദുൾ ഹക്കീമാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവായത്. അതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിലും നടി രഞ്ജിനിയും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവായതിനെ തുടർന്ന് 2024 ഓഗസ്റ്റ് 19 ഉച്ചയ്ക്ക് 2:30 സാംസ്കാരിക വകുപ്പ് ഇൻഫർമേഷൻ ഓഫീസർ റിപ്പോർട്ട് പുറത്തുവിട്ടു.
സ്ത്രീകളെ വെറും ലൈംഗിക വസ്തുക്കളായി മാത്രം കരുതുന്ന പുരുഷന്മാർ അടക്കി വാഴുന്ന മേഖലയാണ് ചലച്ചിത്ര ലോകം എന്നും പിടിച്ചു നിൽക്കണമെങ്കിൽ വഴങ്ങേണ്ടി വരും എന്നെല്ലാമുള്ള വിവരങ്ങൾ അവർ തുറന്നു പറഞ്ഞു. സിനിമയിൽ ഏറ്റവും അറിയപ്പെടുന്ന ആൾ വരെ ലൈംഗികാതിക്രമം നടത്തുന്നുണ്ടെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തും, ഫീൽഡിൽ നിന്നും പുറത്താക്കും. കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണം, ഇങ്ങനെ തലേന്ന് മോശമായി പെരുമാറാൻ നോക്കിയ ഒരാളുടെ ഭാര്യയായി പിറ്റേന്ന് അഭിനയിക്കേണ്ടി വന്ന നടിയാണ് കഥാപാത്രം. അയാളുമായുള്ള ഒരു ഷോട്ട് 17 തവണ എടുക്കേണ്ടി വന്നു. എല്ലാം സഹിച്ചില്ലെങ്കിൽ ശല്യക്കാരിയായി ചിത്രീകരിക്കപ്പെടും. പിന്നീട് അവസരങ്ങൾ കിട്ടില്ല. സ്വന്തമായി കാരവൻ വാടകയ്ക്ക് എടുത്തതിന് അവസരം നഷ്ടപ്പെട്ട കഥ ഒരു ചാനൽ ചർച്ചയിൽ ഒരു നടി വെളിപ്പെടുത്തി. പരാതിയുമായി പോലീസിൽ പോയാൽ സോഷ്യൽ മീഡിയയിൽ കൊന്ന് കൊലവിളിക്കും, മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മൂത്രമൊഴിക്കാനോ വസ്ത്രം മാറാനോ പോലും സൗകര്യമൊരുക്കാതെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാകുന്നു. സിനിമാ മേഖല അടക്കിവാണ് സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഏതാനും കഥാപാത്രങ്ങളുടെ പേര് വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോപണങ്ങൾ സംബന്ധിച്ച പല ഇലക്ട്രോണിക് തെളിവുകളും റിപ്പോർട്ടിനോട് ഒപ്പം ഹാജരാക്കിയെന്നും പുറത്ത് വന്നിട്ടുണ്ട്. 15 അംഗ പവർ ഗ്രൂപ്പാണ് സിനിമാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു. സിനിമാ മേഖലയിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടുത്തുന്നതിന് 24 നിർദ്ദേശങ്ങളും കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിനെ കുറിച്ച് 2 ദിവസം ചാനലുകൾ നടത്തിയ ചർച്ച പോലും വേട്ടക്കാർക്ക് സഹായകമായി. സിനിമാ മേഖലയിലെ എല്ലാവരെയും അപമാനിക്കുന്ന ഈ ചർച്ച നിർത്താമോ എന്ന് ഉത്തരവാദിത്തമുള്ള സിനിമാ പ്രവർത്തകർ വരെ ചോദിക്കേണ്ട നിലയായി. കമ്മീഷന് മുൻപിൽ തെളിവ് കൊടുത്തവർ നിർബന്ധിക്കപ്പെട്ട് കൊടുത്തതാണെന്ന് വരെ സിനിമാ സംഘടനകളുടെ പ്രതികരണം ഉണ്ടായി. സംസ്ഥാനത്തെ ഗതാഗത മന്ത്രിയും സീരിയൽ താരങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റുമായ KB ഗണേഷ് കുമാർ വീണ്ടും പ്രതിക്കൂട്ടിൽ കയറുന്ന ലക്ഷണമുണ്ട്. ആത്മ എന്ന ആ സംഘടന താരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതായി കമ്മീഷൻ കണ്ടെത്തിയതായാണ് വിവരം. അങ്ങനെ ചെയ്തിട്ടില്ലെന്നും പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്നും ഗണേഷ് പ്രതികരിച്ചു. എന്നാൽ നടൻ തിലകന്റെ മകൾ സോണിയ തന്റെ അച്ഛന് സീരിയലിൽ ചാൻസുകൾ ഇല്ലാതാക്കിയത് ഗണേഷ് കുമാർ ആണെന്ന് ആരോപിച്ചിട്ടുണ്ട്. ഗണേഷിനെ കുറിച്ചുള്ള ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി പ്രതികരിച്ചതുമില്ല. ഗണേഷിനെ രക്ഷിക്കാൻ നോക്കിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അപകടത്തിൽപ്പെട്ടത്. അക്കാര്യം ഓർമ്മയിൽ ഉള്ളതുകൊണ്ടാവണം പിണറായി ഒന്നും പറഞ്ഞില്ല. ഗണേഷിന് വീണ്ടും കഷ്ടകാലം വരുന്നു എന്ന സംശയം പലർക്കുമുണ്ട്. ഉമ്മൻചാണ്ടിയോട് അദ്ദേഹം കാണിച്ചതായി പറയപ്പെടുന്ന ക്രൂരതയ്ക്ക് കാലം കണക്ക് ചോദിക്കാതിരിക്കില്ലല്ലോ. ജസ്റ്റിസ് ഹേമ നടത്തിയത് ജുഡീഷ്യൽ അന്വേഷണമല്ലെന്നും വിവരശേഖരണമായിരുന്നെന്നും അതുകൊണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സാധ്യമല്ലെന്നും മുഖ്യമന്ത്രി വാദിച്ചു. അക്കാരണം കൊണ്ടാണ് റിപ്പോർട്ട് നിയമസഭയിൽ വെക്കാതിരുന്നതെന്നും വിശദീകരിക്കപ്പെട്ടു. പ്രത്യേകം പരാതി തന്നാൽ നടപടി എടുക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സോളാർ സംഭവത്തിൽ സർക്കാർ എടുത്ത കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞതും സർക്കാർ അനുകൂലികൾ ഉദാഹരണമാക്കുന്നു. റിപ്പോർട്ട് രഹസ്യമാക്കി വെക്കണം എന്ന് ജസ്റ്റിസ് ഹേമ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും അതുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ മടി കാണിച്ചതെന്നും വിശദീകരിക്കപ്പെട്ടു. സർക്കാർ വലിയ അനാസ്ഥ കാണിക്കുന്നു എന്ന ആരോപണവുമായി വരുന്ന പ്രതിപക്ഷം ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് 4.5 വർഷമായി സർക്കാർ ഒളിച്ചു സൂക്ഷിച്ചിട്ട് പുറത്തു കൊണ്ടുവരാൻ എന്ത് ചെയ്തു എന്ന ചോദ്യവും പ്രസക്തമാണ്. മാധ്യമങ്ങളുടെ പരിശ്രമം ഇല്ലായിരുന്നെങ്കിൽ ഇന്നും റിപ്പോർട്ട് ഒളിവിൽ തന്നെ കഴിയുമായിരുന്നു എന്ന് കരുതാനാണ് ന്യായം. കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന്റെ പിറ്റേന്ന് നടൻ തിലകന്റെ മകൾ സോണിയ തന്റെ അച്ഛൻ ആരോപിച്ചതെല്ലാം ശരിയാണെന്ന് കമ്മീഷനും സമ്മതിച്ചതായി ചൂണ്ടിക്കാണിച്ചു. അപ്പനെ പോലെ കരുതിയ ഒരു നടനിൽ നിന്നും തനിക്ക് മോശം സമീപനം ഉണ്ടായെന്നും അവർ പറഞ്ഞു. തിരുവനന്തപുരത്തെ നായർ ലോബി വർഗീയമായി തന്നെ താരങ്ങളെ നിഗ്രഹിക്കുന്നതായും സോണിയ ആരോപിച്ചു. മലയാള സിനിമയിലെ എല്ലാ ദുഷിച്ച കഥാപാത്രങ്ങളും ക്രൈസ്തവരാകുന്ന ഒരു പ്രവണതയും കൂട്ടി വായിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു സമൂഹത്തെ ഒറ്റ തിരിച്ചു പിടിച്ച് ചിത്രീകരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന് ആർക്കാണ് അറിയാത്തത്? അതിക്രമങ്ങളെക്കുറിച്ച് പോലീസിൽ പരാതി കൊടുക്കാനായിരുന്നെങ്കിൽ പിന്നെ കമ്മീഷൻ എന്തിനായിരുന്നു എന്ന സിനിമാ നടി പാർവതി തിരുവോത്തിന്റെ ചോദ്യം പ്രസക്തമാണ്.
പോലീസിൽ കേസ് കൊടുക്കുവാൻ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ലായിരുന്നല്ലോ എന്ന അവരുടെ ചോദ്യം അർത്ഥപൂർണമാണ്. വൻ താരങ്ങളെ പിണക്കാൻ സർക്കാരിനും പ്രതിപക്ഷത്തിനും താല്പര്യമില്ല. തങ്ങൾ അധികാരത്തിൽ എത്തിയാൽ റിപ്പോർട്ടിന്റെ 63 പേജ് കൂടി പുറത്തുവിടുമെന്നും അതിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും പറയാൻ പ്രതിപക്ഷത്തിന് ധൈര്യമുണ്ടോ? ചാനലുകളിൽ ഇരുന്ന് സർക്കാരിന് കേസെടുക്കാൻ വകുപ്പുണ്ട്, സാധിക്കും എന്നെല്ലാം പറയുന്നത് ആത്മാർത്ഥമായാണെങ്കിൽ അത്രയുമെങ്കിലും നടക്കുമോ? ഇനി പ്രഖ്യാപിച്ചാൽ പോലും നടക്കാതിരിക്കുവാൻ വേട്ടക്കാർ ചരട് വലിക്കും. അതാണ് കേരളത്തിലെ സാധാരണ ഇരകളുടെ ദുരവസ്ഥ. അങ്ങനെ കേസിന് പോയ, അതും കൃത്യമായ സംഭവത്തെ തുടർന്ന് പോലീസിൽ പരാതി കൊടുത്ത ഒരു ഇര അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കേരളം കാണുന്നുണ്ട്. വേട്ടക്കാരൻ എന്ന് പറയുന്ന വ്യക്തി അതിസമ്പന്നനാണ്. ഏറ്റവും വിലയുള്ള വക്കീലന്മാർ തുടങ്ങി അദ്ദേഹം എല്ലാം വിലക്കെടുക്കും. ഇതിനെല്ലാം വരുന്ന പണച്ചിലവ് ആര് വഹിക്കും? ഒരു ഷോട്ടിൽ അഭിനയിച്ച് കിട്ടുന്ന 1000 രൂപയ്ക്ക് അന്നത്തെ അപ്പം തേടുന്ന പാവം നടിമാർക്കോ? കോടതിയിൽ സമർപ്പിച്ച വീഡിയോയിൽ വരെ കൃത്രിമത്വം നടത്തി. ഇതിനെതിരെ കേസും പരാതികളുമായി അവർ എത്ര കോടതികളിൽ കയറിയിറങ്ങി. കേസ് വാദം കേൾക്കുന്ന ജഡ്ജിയെ മാറ്റണം എന്നുവരെ അവർക്ക് കോടതിയിൽ അപേക്ഷിക്കേണ്ടി വന്നു. അവർ കൂടി ആവശ്യപ്പെട്ട് നിയോഗിക്കപ്പെട്ട ഒരു വനിതാ ജഡ്ജിയെ കുറിച്ചാണ് അവർക്ക് ഈ ആവശ്യം ഉന്നയിക്കേണ്ടി വന്നത്. ഇരയോടൊപ്പം എന്ന് പറഞ്ഞ് പെരുമ്പറ കൊട്ടുന്നവരിൽ പലരും മാധ്യമങ്ങൾ വരെ കാലുമാറ്റി ചവിട്ടുന്നത് കണ്ടു. വേട്ടക്കാരനായി ചിത്രീകരിക്കപ്പെടുന്ന നടനെ കുറിച്ചുള്ള കീർത്തനങ്ങൾ പാടി. അവർക്ക് വിൽപ്പനയാണ് വലുത്. കൽക്കത്തയിലെ RG ഗർഗ് മെഡിക്കൽ കോളേജിലെ 31-കാരി പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിനി ഓഗസ്റ്റ് 9-ന് കോളേജിൽ വെച്ച് ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയയായി കൊല്ലപ്പെട്ടതും ആ സംഭവം ആത്മഹത്യയാക്കി മാറ്റുവാൻ അധികൃതർ ശ്രമിച്ചതും തെളിവുകൾ ഇല്ലാതാക്കുന്നതിന് സംഭവം നടന്ന മുറി തല്ലി തകർക്കുവാൻ സാമൂഹിക വിരുദ്ധർക്ക് സാധിച്ചതും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മാത്രമല്ല, കൽക്കത്തയ്ക്കും ഭാരതത്തിനാകെയും അപമാനമായി. സുപ്രീം കോടതി നേരിട്ട് കേസെടുക്കത്തക്ക വിധം ദേശീയ പ്രാധാന്യം ഉള്ളതായി കേസ് രൂപാന്തരപ്പെട്ടു. ഇന്ത്യയിലാകെ ഡോക്ടർമാർ സമരം ചെയ്ത് പ്രതിഷേധിച്ചു. 3 പതിറ്റാണ്ടിനിടയിൽ ഇത്തരം ഒരു കേസ് ഉണ്ടായിട്ടില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. സർക്കാർ സംരക്ഷിക്കുവാൻ ശ്രമിച്ച പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെതിരെ വൻ ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തെ CBI 53 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇരയുടെ മൃതദേഹം മാതാപിതാക്കളെ കാണിക്കാതിരിക്കുന്നതും സംഭവം നടന്ന സ്ഥലം പൊളിച്ചു മാറ്റിയത് എന്തിനെന്നും പോലുള്ള വിഷയങ്ങളിൽ തൃപ്തികരമായ ഉത്തരം ഇനിയും ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്ന മുൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അക്തർ അലി ഘോഷിനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ നിരവധിയാണ്. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം കമ്മീഷൻ വാങ്ങിയിരുന്നു. ഹോസ്റ്റൽ അലോട്ട് ചെയ്യുന്നതിന് കമ്മീഷൻ വാങ്ങി. വിദ്യാർത്ഥികളെ ജയിപ്പിക്കുവാൻ പണം വാങ്ങിയിരുന്നു. അതിനായി കുട്ടികളെ മനഃപൂർവ്വം തോൽപ്പിച്ചിരുന്നു. ആശുപത്രിയിലെ ബയോമെഡിക്കൽ വേസ്റ്റ് നശിപ്പിക്കാതെ ബംഗ്ലാദേശുകാർക്ക് വിറ്റ് പണം ഉണ്ടാക്കിയിരുന്നു. മൃതദേഹങ്ങൾ വരെ അദ്ദേഹം വിറ്റിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഒരു മാഫിയ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ വരെ അടങ്ങിയ സംഘത്തിന് ഗസ്റ്റ് ഹൌസിൽ വെച്ച് അദ്ദേഹം മദ്യസൽക്കാരം നടത്തിയിരുന്നു. 2023-ൽ അക്തർ അലി കൊടുത്ത പരാതികളിൽ സർക്കാർ നടപടി ഉണ്ടായില്ല. യുവ ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചെങ്കിലും 8 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് നാഷണൽ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പാളായി നിയമനം കിട്ടി. അതാണ് നാടുഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിൽ ഘോഷിന്റെ പിടി. എന്നാൽ എല്ലാം കൈവിട്ടു പോയതോടെ ഘോഷ് ചുമതലയേറ്റ 2021 മുതലുള്ള കോളേജിന്റെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുവാൻ സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. നാട്ടിലെ ഗവർണറെ സ്ത്രീപീഡന കേസിൽ കുടുക്കാൻ നോക്കിയ മുഖ്യമന്ത്രി അവരുടെ ഇഷ്ടക്കാർ ഭരിക്കുന്ന കോളേജിൽ നടന്ന സ്ത്രീപീഡനത്തിന് നാടിന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിരിക്കുന്നു. 2012-ലെ ഡൽഹി കൂട്ടബലാത്സംഗ കേസിൽ ഇരയായി കൊല്ലപ്പെട്ട നിർഭയയുടെ അമ്മയെ പോലെ ഒരു സാധാരണ സ്ത്രീ ആവശ്യപ്പെടുന്നത് അവരുടെ രാജിയാണ്. കേന്ദ്രത്തിന്റെ ദയാദാക്ഷിണ്യത്തിലൂടെ മന്ത്രിസഭ നിലനിർത്താൻ മമത കളിച്ച് കൂടെ നിന്നില്ല. ഏതായാലും കൽക്കത്തയിലെ ആശുപത്രിയിൽ നടന്ന ക്രൂരകൃത്യവും അതിലെ വേട്ടക്കാരോട്, പ്രത്യേകിച്ചും പ്രിൻസിപ്പലിനോട് അവർ കാണിച്ച പരിധിവിട്ട കരുതലും ആകെ വിമർശന വിധേയമായിരിക്കുന്നു. കൽക്കത്ത ഹൈക്കോടതി കേസന്വേഷണം CBIക്ക് വിട്ടതോടെ സംസ്ഥാന പോലീസും കുടുക്കിലായിട്ടുണ്ട്. ഷിലോഹിന്റെ കാഴ്ചകൾ അടുത്ത ആഴ്ച.